dear children, welcome to my channel LKL Star Maths class. ഇന്ന് നമ്മൾ ചാപ്റ്റർ 5 അരിത്മെറ്റിക് പ്രോഗ്രഷൻ എക്സസൈസ് 5.3 സെക്കൻഡ് സെക്ഷൻ ആണ് കേട്ടോ. സെക്കൻഡ് സെക്ഷനിൽ ഫൈൻഡ് ദ സംസ് ഗിവൻ ബിലോ. അതിനകത്ത് സെക്കൻഡ് വൺ ആണ്. അതിൽ 3 ക്വസ്റ്റ്യൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സെക്കൻഡ് വൺ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്താണത്? 34 + 32 + 30 പ്ലസ് കണ്ടിന്യൂഷൻ ഉണ്ട്. ദെൻ ലാസ്റ്റ് എന്താണ്? +10 ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ നമുക്ക് സമ്മൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം നമ്മൾ മുന്നേ പഠിച്ചതുപോലെ തന്നെ നമ്മൾ ഏത് ഫോർമുലയായിരിക്കും യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമുക്ക് എന്നിനെ കണ്ടെത്തണമല്ലോ. ഇവിടെ എന്നൊന്നുമില്ല. സോ നമ്മൾക്ക് ആ ഫോർമുല എന്താണ്? a + n - 1 × d. ക്ലിയർ? അപ്പം നമ്മൾക്ക് ഇവിടെ നിന്ന് എന്തെടുത്ത് എഴുതാം? a എന്താണെന്ന് എടുത്തെഴുതാം. ഓക്കെ. സോ a = എന്താണത്? 34 ആയിരിക്കും അല്ലേ? ഫസ്റ്റ് ടേം ആയിരിക്കും. ദെൻ നമുക്കിവിടെ എന്താ എടുക്കേണ്ടത്? d കാണണം. അപ്പോൾ d കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആക്ച്വലി സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സോ 32 - 34 നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 2 കിട്ടും. പക്ഷേ വെറും 2 ആണോ? അല്ല അല്ലേ? ബിക്കോസ് ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. So in front of this greatest number, which sign is the negative sign? So put here negative sign. Okay, so we got d = -2. Clear? സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾക്ക് ഇനി ഒരു കാര്യം കൂടി എടുത്തെഴുതാനുണ്ട് അല്ലേ? an എന്ന് പറയുന്നത് ആരായിരിക്കും ഇവിടെ? 10 ആവില്ലേ? സോ an നമുക്ക് എടുത്തെഴുതാം. ഓക്കെ, an എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. പിന്നെ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ an-ൻ്റെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 10 കൊടുക്കാം. ഓക്കെ, ദെൻ ഇനി a എന്ന് പറയുന്നത് ആരവിടെ? 34 ആണ്. പ്ലസ് n - 1 അറിയോ? ഇല്ല അല്ലേ? സോ n - 1 അങ്ങനെ തന്നെ എഴുതുക. ദെൻ d എത്രയാണ് നമുക്ക്? -2. ക്ലിയർ? അപ്പോൾ അതൊക്കെ ഇല്ല. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 34-നെ ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. സോ ഇതിനെ 34-നെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി മാറിയത്? +34 ആണ്. അത് -34 ആകും. ഓക്കെ, ദെൻ പുട്ട് ദിസ് ഈക്വൽ സൈൻ. പിന്നെ നമുക്ക് ബാലൻസ് ആരാ ഉള്ളത്? ഇവർ രണ്ടുപേരുമാണ്. സോ n - 2 × -2. ക്ലിയർ ആയല്ലോ ഇവിടെ? ഇനി ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ 34 - 10 ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 24. വെറുതെ 24 ആണോ? അല്ല അല്ലേ? ഗ്രേറ്റസ്റ്റ് നമ്പർ 34 ആണ്. സോ അതിൻ്റെ മുന്നിൽ ആരുണ്ട്? നെഗറ്റീവ് ഉണ്ട്. അതിനെ ഇവിടേക്ക് വയ്ക്കുക. = n - 2 × -2. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് എന്തായിരിക്കും ചെയ്യേണ്ടത്? നോക്കി, ഈ -2-നെ നമുക്ക് ഇപ്പുറേക്ക് കൊണ്ടുവരണം. ഇവിടെ ഇൻറ്റു ആണ്. സോ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? ഡിവിഷനായി മാറി. ഓക്കെ, സോ നമുക്കത് എഴുതാം. -24/-2 = n - 2. ക്ലിയർ? സോറി, 2 അല്ല കേട്ടോ, ഇവിടെ 1 ആണ്. തെറ്റിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യാം? ഇതും നമുക്ക് കട്ടായിപ്പോയി. പിന്നെ 2 ഇതിൽ എത്ര ടൈംസാണ് പോവുക? 12 ടൈംസ് അല്ലേ പോവുക? അപ്പോൾ ഇവിടെ 12 ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 12 = n - 1. ഇവിടെ 1 ആണ് കേട്ടോ. ഞാൻ ഓർക്കാണ്ട് ഈ 2 മൈൻഡിൽ കിടന്നിട്ട് ഇവിടെ എല്ലാം 2 ഇട്ട് വെച്ചതാണ്. സോ n - 1 കിട്ടി. ദെൻ എന്താ? ഇനി ഈ 1-നെ നമുക്ക് ഇപ്പുറേക്ക് കൊണ്ടുവരണം. സോ 12 എഴുതി. ദെൻ ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? +1 ആയി. = n. അപ്പോൾ ഇവിടെ എത്രയായി? 13. കണ്ടോ? അപ്പോൾ n-ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലേ? 13. അപ്പോൾ ഇത് 13 നമ്പേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്കപ്പോൾ അതിനെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്തിട്ട് എഴുതാമല്ലോ. Therefore n = what? 13. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഓക്കെ, ദെൻ ഇനി നമ്മൾക്ക് എന്താണ്? സം കണ്ടെത്തണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സം കാണാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫോർമുല എന്തായിരിക്കും? സോ Sn = n/2 × a + l ആണ് അതിൻ്റെ ഫോർമുല. ബിക്കോസ് നമുക്കിവിടെ എന്തുണ്ട്? ലാസ്റ്റ് ടേം ഉണ്ടല്ലേ? ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ. ക്വസ്റ്റ്യനിൽ ഈ കിടക്കുന്ന 10 തന്നെയാണ്. ഈ an എന്ന് പറയുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? l എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ നമ്മുടെ ഫോർമുല എന്താണ്? സം ഓഫ് n നമ്പേഴ്സ്. n നമ്പേഴ്സ് മീൻസ് 13 നമ്പേഴ്സ് ആണ്. അപ്പോൾ 13 നമ്പേഴ്സിൻ്റെ ഈ 10 വരുന്നത് എവിടെയായിരിക്കാം? 13th-ലായിരിക്കാം. സോ Sn എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിനെ എന്ത് കൊടുക്കാം? S13 കൊടുക്കാം. = n. n ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 13. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? n-ൻ്റെ സ്ഥാനത്ത് 13 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 13/2 × a ആരായിരുന്നു? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. a = 34. സോ ഇവിടെ എന്തെടുത്ത് കൊടുക്കുക? 34 കൊടുക്കുക. ഓക്കെ, പ്ലസ് l എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പോൾ ഇവിടെ എടുത്ത് എഴുതിയില്ലേ നമ്മൾ? ഇവിടെ വരുന്ന a-നും ഈ l എന്ന് പറയുന്നത് എന്താണ്? രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 10 എഴുതി കൊടുത്തു. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? 13/2 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇൻറ്റു എത്ര വരും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ
44 കിട്ടും. ക്ലിയർ. ദെൻ ഈ 2 ഇതിൽ കട്ടായി പോവില്ലേ, 2 അല്ലേ, 22 ടൈംസ് പോയി. ദെൻ ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്തെടുത്താൽ മതി, 13 × 22 കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയായിരിക്കും ആൻസർ കിട്ടുക, 286 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് സം ഓഫ് 13 ടേംസ്. അപ്പോൾ നമുക്ക് എഴുതാം സം ഓഫ് 13 ടേംസ് ഈക്വൽ ടു 286. ക്ലിയർ ആയത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, നമ്മളോട് പറഞ്ഞത് എന്താണ്, ഫൈൻഡ് ദ സംസ് ഗിവൻ ബിലോ എന്നായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നത് ഇതായിരുന്നു. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഫോർമുല എന്താണ്, an = a + n - 1 * d. ക്ലിയർ ആയില്ലേ. അതിനകത്ത് നിന്ന് നമ്മൾ a എന്താണ്, d എന്താണ്, ദെൻ an എന്താണ്, an തന്നെയാണ് എന്തെന്ന് ലാസ്റ്റ് ടേം എന്ന് പറയുന്ന l എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഈ പറയുന്ന ഇക്വേഷനിലേക്ക് ഇതെല്ലാം എന്ത് ചെയ്യുക, വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് സോൾവ് ചെയ്ത് വരിക. ഓക്കെ, അപ്പം എന്താ നമുക്ക് ലാസ്റ്റ് നമ്മളിത് എന്തിനു വേണ്ടിയിട്ടാണ് എടുത്ത്, an = a + n - 1 * d എന്ത് കാണാനായിരുന്നു, nth ടേം കാണാനായിരുന്നു. അതായത് ഇത് എത്ര ടേംസ് ഉണ്ട് എന്നുള്ളത് അറിയാനായിരുന്നു. അപ്പം നമുക്ക് n എത്രയാണ് കിട്ടിയത്, ഇവിടെ കണ്ടോ 13 കിട്ടി. n നമുക്ക് 13 കിട്ടി. സോ സം ഓഫ് n ടേംസ് ആണ്, സം ഓഫ് 13 ടേംസ്, അതായത് സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് 13 ടേംസ്. അപ്പോൾ അതാണ് SN മീൻസ് എന്താണ്, സം ഓഫ് 13 ടേംസ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്തായിരുന്നു, n+. നമുക്കിവിടെ ലാസ്റ്റ് ടേം ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ഈ ഇക്വേഷൻ എടുത്താൽ മതി. അല്ലാതെ മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ട്, അതും എല്ലാവരും പറയുന്ന ഒരു ഇക്വേഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എടുക്കേണ്ടത് ഏതാണ്, n/2 × a + l. മറ്റേത് ഇക്വേഷൻ എന്തായിരുന്നു, n/2 × 2a + n - 1 * d. അത് നമുക്ക് ഈ ലാസ്റ്റ് ടേം ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് എടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ടേം നമുക്കുണ്ട്. സോ നമ്മൾ എന്തെടുത്താൽ മതി, SN = n/2 × a + l. ക്ലിയർ. സോ SN മീൻസ് വാട്ട്, നമുക്ക് ഇവിടെ കിട്ടിയല്ലേ, n = 13 കിട്ടി. സോ S13 = 13/2 × 34 + 10. ക്ലിയർ. ദെൻ 13/2 × ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. സോ വി ഗോട്ട് വാട്ട്, 44. ദെൻ 2 ഇതിൽ 22 ടൈംസ് പോവും. ദെൻ 13 × 22 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 286 കിട്ടി. അപ്പോൾ സം ഓഫ് 13 ടേംസ് എത്രയാണ്, 286 ആണ്. ഓക്കെ, താങ്ക് യു.